ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ റെഗുലറായിട്ട് കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് പറ്റിയൊരു പനിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ വരുന്നുള്ളൂ, സ്റ്റിൽ എൻ്റെ സൗണ്ടൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ മിസ് ചെയ്യുന്നവർ എനിക്ക് ഒരുപാട് മെസ്സേജൊക്കെ അയക്കേണ്ട, ഇഷ്ടമുള്ളവർ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്, വ്ളോഗ് ഡെയിലി ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മാക്സിമം നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നോക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ ദോശ ഇട്ടുകൊണ്ടിരിക്കാനായിട്ട് അമ്മയ്ക്കും അച്ഛനും ഏട്ടയ്ക്കും മാത്രം ദോശ, എനിക്ക് മാത്രമായിട്ട് അമ്മ ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ എനിക്ക് ഒരു കൈ വെച്ചിട്ട് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ എനിക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കി തരാം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് വേണ്ടി മാത്രമുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി, ഇനി ആദ്യക്കുട്ടിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അഗാരോയുടെ മൾട്ടി പർപ്പസ് കെറ്റിലാണ് കേട്ടോ, ഇലക്ട്രിക് കെറ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് വേവിക്കാനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റീലിൻ്റെ സാധനം വരുന്നുണ്ട്. പിന്നെ നമുക്ക് മുട്ട ബോയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എഗ്രാക്കി പോലത്തെ ഒരു ഐറ്റം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വെന്ത് കഴിയുമ്പോഴത്തേക്കും കൈ കൊള്ളാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഐറ്റം കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പൊക്കം എടുക്കും, ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടി. അതിൻ്റെ അകത്തൊരു മാക്സിമം ലെവലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴെ വരെയാണ് നമ്മൾ എന്തുണ്ടാക്കിയാലും വെള്ളം വെക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി അതിനകത്ത് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാനുണ്ട്. മാക്സിമത്തിൻ്റെ താഴെ നിൽക്കാനേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ ഈ റാക്ക് അതിനകത്ത് ഇറക്കി വെക്കാനുണ്ടോ. ഇറക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മുട്ട എത്രയാണ്, അത്യാവശ്യം മുട്ട വെക്കാനുള്ള ഏകദേശം ഒരു 6 മുട്ട വെക്കാനുള്ള ഒരു സൗകര്യം അതിനകത്തുണ്ട്. നേരെ നമ്മൾ പ്ലഗ് ചെയ്യുക, സ്വിച്ച് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഒരു റെഡ് ലൈറ്റ് കത്തോട്ടോ. പിന്നെ അതിനകത്ത് നോബ് നമ്മൾ തിരിച്ച് നേരെ ബോയിലിങ്ങിലോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ ഗ്യാസിലേക്ക് വെക്കുന്നേക്കാളും പെട്ടെന്ന് നമുക്ക് മുട്ട പുഴുങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 2-3 കാട് മുട്ടയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ പെട്ടെന്ന് കൈയിട്ട് പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു സ്പൂണും കൊണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഏകദേശം 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല കേട്ടോ. നല്ല രീതിക്ക് ബോയിലായിട്ട് നമ്മുടെ സൈഡൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതല്ലാണ്ട് നമുക്കിതിൽ മാഗി വേണേൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ കട്ടൻ ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിളപ്പിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അടിപൊളി യൂസ് ആണ് കേട്ടോ. നമുക്ക് ഈസി ടു ക്യാരി ആണ്, എവിടെ വേണേലും കൊണ്ടുപോകാം. അങ്ങനെ നമ്മുടെ മുട്ടയെല്ലാം നമ്മൾ ഏകദേശം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഭയങ്കര ഈസിയാണ്. ഈ പ്ലാസ്റ്റിക് ബൗളിലോട്ട് നമുക്ക് അതിൻ്റെ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇഡ്ഡലി പാത്രത്തിലൊക്കെ വെച്ച് കുക്ക് ചെയ്തെടുക്കുന്ന പോലെ ഈ സ്റ്റീലിൻ്റെ ട്രേ വെച്ചിട്ട് അതിൽ നമുക്ക് ആവിയായിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല കിഡിലും കേക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും കേട്ടോ. ഭയങ്കര ഈസിയാണ്. അങ്ങനെ നമ്മുടെ ട്രേ ഒക്കെ വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ വെച്ചിട്ട് ലിഡ് വെച്ച് കവർ ചെയ്ത് ഒരു 30 to 40 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് കിഡിലും കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് നമ്മുടെ ഹെയറോ ക്രാഫ്റ്റിലോട്ടാണ് കേട്ടോ. അവിടെ നമുക്ക് 2 അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടാക്കി PRP ചെയ്യുന്ന അവിടെ നിന്നാണ് കേട്ടോ. കാരണം നെറ്റ് നന്നായിട്ട് കയറുന്നതുകൊണ്ട് നമ്മൾ PRP ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ സൈൻ ചെയ്യുന്നുണ്ട്. എനിക്ക് PRP ഒന്നുമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഡെൻറ്റൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഹെയറോ ക്രാഫ്റ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫ്രൂട്ട് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള കഫേ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി കഫേയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ 2 ക്യാപ്പച്ചിനോ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 2 റാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കിഡിലിന് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് 2-3 ചിപ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബർഗറും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് ഈ ഒരു വൈറ്റ് സോസ് ബ്രോസ്റ്റ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഏട്ടായിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ ഒരു പാവിൻ്റെ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി. പക്ഷേ ബാക്കിയുള്ള ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള നല്ലൊരു കഫേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏട്ടായി ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയാലും കുറച്ച് കഴിച്ച് നമ്മൾ എന്തായാലും ഒരു പീസ് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ക്ലിപ്പ് കൂടെ ഈ വീഡിയോയോട് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അമ്മയായിട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് നൈറ്റി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴൊക്കെ ടൗണിൽ വരുമ്പോഴത്തേക്കും നമ്മൾ വാങ്ങുന്നത് ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ലിവ എന്ന് പറഞ്ഞിട്ട് ഷോപ്പാണ്. കുറേ വർഷങ്ങളായിട്ടുള്ള ഷോപ്പാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അമ്മ നെയ്റ്റി ഇടുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് ആവശ്യമുള്ള നെയ്റ്റി എല്ലാം വാങ്ങിച്ചിട്ട് ഈ ആദ്യക്കുട്ടൻ്റെ തള മാറാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആദ്യക്കുട്ടൻ ജനിച്ചപ്പോൾ തൊട്ട് അവൻ്റെ കാലക്കിടക്കുന്ന തളയാണ്. അപ്പോൾ ഏകദേശം അത് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കണ്ടിരിക്കൽ പോയിട്ട് നമ്മുടെ തളയൊന്ന് മാറാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും തള കണ്ടപ്പോൾ തന്നെ ആദ്യക്കുട്ടൻ എല്ലാം കൂടെ വലിച്ചു പറിച്ചെടുക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആൾക്കൊരു ഡൗട്ട്, ഇനി എന്നെ എന്ത് ചെയ്യാനാണ്, ഇഞ്ചക്ഷൻ ചെയ്യാനാണോ എന്നാണ് അവൻ ഏത് കടയിൽ കയറിയാലും ഉള്ള പേടി. അപ്പോൾ നമ്മൾ കുറേ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം മണികളൊക്കെ ഉള്ള കുറേ തളകൾ ആ ചേട്ടൻ കാണിച്ചു തന്നു കേട്ടോ. പക്ഷേ കുറേയൊക്കെ അവൻ്റെ സൈസിന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടണമായിരുന്നു. പക്ഷേ ആദ്യക്കുട്ടൻ ഒരു രീതിക്ക് നോക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല, വലിച്ചു പറിച്ചെടുക്കുമായിരുന്നു. പിന്നെ ഒരു കെട്ട് അവൻ്റെ കയ്യിലോട്ട് ആ ചേട്ടൻ കൊടുത്തേ പിന്നെ ഉണ്ട് അവൻ അടങ്ങിയിരുന്നത്. അങ്ങനെ അവനത് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ അവൻ്റെ കാലൊക്കെ കിടക്കുന്നൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണ്ടായിരുന്നു. പക്ഷെ അവൻ നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കാൻ പോകാമെന്നാണ് ആദ്യയുടെ വിചാരം. അപ്പോൾ ആ ചേട്ടൻ അത് കട്ട് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം അത്രയും ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിലെ വാങ്ങിച്ചില്ല. അപ്പോൾ ചേട്ടനെ ഇട്ട് തൊടിക്കാനൊക്കെ അവൻ നോക്കുന്നുണ്ട് കേട്ടോ, പേടിച്ചിട്ട്. ഇഞ്ചക്ഷൻ എടുക്കാനാണെന്നാണ് ആദ്യയുടെ വിചാരം. പിന്നെ ഒരു വിധത്തിൽ നമ്മൾ കാലൊക്കെ ഇച്ചിരി പിടിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കാല് ഊരിയപ്പോൾ തന്നെ ഒരു വല്ലാത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം കാലിലുണ്ടായിരുന്നതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആളെവിടെ പോലും നമുക്ക് അറിയാൻ പറ്റുന്നൊരു എന്താ പറയുക അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണിക്കിരിക്കം കേട്ടിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഉറങ്ങിയേറ്റാൽ പോലും. അങ്ങനെ നമ്മളിതാ ഈ ഒരെണ്ണം ഫസ്റ്റ് ചൂസ് ചെയ്തു. പക്ഷേ അത് കയറാൻ കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അളവ് കയറി കഴിഞ്ഞാൽ അളവ് കറക്റ്റായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾ അത് ഊരിയെടുത്തിട്ട് ഇച്ചിരി വലുത് നോക്കി. പക്ഷേ വലുത് നോക്കിയപ്പോൾ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ വലുത് മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് എടുത്ത് തന്നെ നമ്മൾ കുറച്ച് ക്രീം ഇട്ടിട്ട് കയറ്റാൻ നോക്കി. കാരണം അത് കയറാനേ പാടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അളവ് കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ ആ ചേട്ടൻ പോയിട്ട് അതിൻ്റെ തൊട്ട് വലുത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷേ ആദ്യം എന്ത് ചെയ്ത കാല് വിട്ട് തരുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര പാടുപെട്ടിട്ടാണ് ഞങ്ങൾ കാലയിലോട്ട് അത് കയറ്റാൻ വേണ്ടി നോക്കി കേട്ടോ. പക്ഷേ ഇപ്പോൾ രണ്ടാമത് എടുത്തുകൊണ്ട് വന്നത്
നമ്മൾ കാലയിലോട്ട് ഇട്ട് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് വലിപ്പം കൂടുതലായിരുന്നു കേട്ടോ. കാരണം ഇത് അടുപ്പിച്ചാലും കുറച്ച് അതിൻ്റെ എന്താ പറയുക നീളം ഇങ്ങനെ കൂടി നിൽക്കുന്നതെന്നുള്ളതുകൊണ്ട് നമ്മളത് എടുത്തില്ല, ഭയങ്കര വലുതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഇതാ കറക്റ്റ് അളവിലുള്ളത് ഇതാണ് കേട്ടോ കിട്ടിയത്. അതിൽ അത്യാവശ്യം മണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടനും ചേച്ചി കൂടെ പോയിട്ട് കുറച്ച് ക്രീമൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് കാലയിലോട്ട് കയറ്റാനും പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എൻ്റെ കാലിൽ ഇട്ടിട്ടാണെങ്കിലും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഫൈനലി അതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ അടിപൊളിയാക്കി ഇട്ടിട്ട് നേരെ ആദ്യം മുടി വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം അവനിപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് ജലദോഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയി മുടിയൊക്കെ വെട്ടി പിന്നെ നേരെ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അതുകൊണ്ടാകുമ്പോഴത്തേക്കും വയലൻ്റ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്ട് കുറച്ച് വയലൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. കുറച്ച് ഓട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലോട്ട് ക്ലീനിങ്ങിന് കുറച്ച് സാധനങ്ങൾ വേണം. നമ്മുടെ അടിച്ചുവാരിയൊക്കെ അത്യാവശ്യം മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നീളമുള്ള അടിച്ചുവാരിയുണ്ട് നമ്മളിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം കുനിഞ്ഞു വരേണ്ട ആവശ്യമില്ല. ആ സമയത്ത് ആദ്യക്കൂട്ടം പോയിട്ട് ഒരു പിഗ്ഗി ബാങ്കൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ താഴെ വെക്കാൻ അവ സമ്മതിച്ചില്ല. അത് നമ്മൾ പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ പോയി ആ റാക്കിലുള്ള വണ്ടികൾ മുഴുവൻ എടുത്ത് കൈ പിടിച്ചേക്കുമായിരുന്നു കേട്ടോ. അതെല്ലാം എടുത്തിട്ട് അവർ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് നല്ല വാശിയായിരുന്നു. പിന്നെ ഞാൻ ഒരെണ്ണം എടുത്ത് കൊടുത്തിട്ട് ബാക്കിയെല്ലാം അവിടെ റാക്കി കൊണ്ട് വെച്ച്. പിന്നെ നമുക്കിത് വീട്ടിലോട്ട് കുറച്ച് അരിയും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് എന്താ പറയുക ബിരിയാണി റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാവശ്യമുള്ള മറ്റ് സാധനങ്ങളും സ്പൈസസ് ഒക്കെ വാങ്ങിച്ച് ഏകദേശം നമ്മൾ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ് പഞ്ചസാര അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കാരണം ആയിട്ട് സമയമായിരുന്നുകൊണ്ട് നമ്മൾ ഈ ഇടയ്ക്ക് മീൻസ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഫുള്ള് നമ്മൾ വെജിറ്റേറിയൻ കുക്കിംഗ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടതെല്ലാം അത്യാവശ്യം നമ്മൾ വാങ്ങിച്ച് നേരെ ബില്ലടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ഇനി ഏറ്റവും വലിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി ടിന്നിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച സെയിം ടിന്നുകൾ കുറച്ച് റിപ്പീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിക്ക് തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് ഒരു ചായയൊക്കെ ഇട്ട് തന്നു. ആ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ കുറച്ചൊക്കെ അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ ഉരുളിയിലാണ് കറി വെക്കുന്നത്. ഞാൻ എപ്പോൾ കറി വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ഉലുവയും കടുകും ഇടും കേട്ടോ. എനിക്ക് ഉലുവയുടെ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. 1-2 ഉലുവ, ഒത്തിരി അല്ല, 1-2 ഉലുവ ഇട്ടിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്കിത് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി നല്ല നാടൻ കറിവേപ്പില വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ടിട്ട് പച്ചമുളക് ഇട്ടില്ല കേട്ടോ. നമ്മൾ സവോള എല്ലാം വഴട്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത്. എല്ലാവരും വെക്കുന്ന ഈ ഒരു രീതി തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ വെറുതെ വലിച്ച് നീട്ടി വെക്കണില്ല. പിന്നെ എൻ്റെ സ്പെഷ്യൽ രീതിയുണ്ട്, അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നത് എന്നുള്ളത്. അതായത് വറുക്കാണ്ട് വറുത്ത ടേസ്റ്റ് വരുന്നൊരു ചിക്കൻ കറിയാണ് ഞാൻ വെക്കാറ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ നോർമലി വെക്കാറ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇളക്കിക്കൊണ്ടിരുന്ന ചട്ടുക മുളഞ്ഞു പോയി. ഗൈസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് ഞാൻ ആ ചട്ടുകൊക്കെ മാറ്റിയെടുത്തു. പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇടാൻ കേട്ടോ. നമുക്ക് വീട്ടിൽ നല്ല എരിവ് വേണം. ചിക്കൻ കറിക്കാണെങ്കിലും മീൻ കറിക്കാണെങ്കിലും എന്ത് കറിക്കാണെങ്കിലും നല്ല എരിവ് വേണം. അപ്പോൾ എരിവിനുള്ള മസാലയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് അതിലോട്ട് ഞാൻ ആകെപ്പാട് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യക്കൂട്ടനെ വെള്ളം ചൂടാക്കണം. കെറ്റിൽ ചൂടാക്കിയിട്ട് അതിൽ നിന്നാണ് ഞാൻ എന്താ പറയുക തിളച്ച വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ഓൾറെഡി ഞാൻ മസാലയും തിരുമ്മി വെക്കും. അല്ലെങ്കിൽ എൻ്റെ ചിക്കൻ കറി ഇച്ചിരി വെളുത്തിരിക്കുന്നല്ലോ എനിക്ക് പേഴ്സണലി ഫീൽ ആവും. അതുകൊണ്ട് ഞാൻ മസാല കുറച്ച് ഓൾറെഡി തേച്ച് വെച്ചിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പം അത് ഏകദേശം നമ്മൾ ചിക്കൻ മസാലയിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ കെറ്റിലെ വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് കുക്കായി വരികയും ചെയ്യും. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്യുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെഗ് പീസ് മേടിച്ചത്. പക്ഷേ ആ ടൈമിൽ എനിക്ക് തീരെ വയ്യാത്തോടെ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ടാണ് കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വന്ന സമയത്ത് അച്ഛനും മോനും കിടന്ന് നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽക്കൂടെ ഓൾറെഡി കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ആൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി റെഗുലറായിട്ട് ഇടാൻ നോക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ കുട്ടി വ്ളോഗാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ലവ് യു ആൻഡ് ബൈ.